السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇസ്തഈനു അലാ ഇൻജാഇൽ ഹവായിജി ബിൽ കിത്മാനി ലഹാ ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇസ്തഈനു അലാ ഇൻജാഇൽ ഹവായിജി ബിൽ കിത്മാനി ലഹാ, നിങ്ങളുടെ ആവശ്യങ്ങൾ അത് വിജയിച്ചെടുക്കാൻ വേണ്ടി അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സഹായം തേടണമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു നിഅമത്തുകൾ കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ച ലഭിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുക എന്നുള്ളത് അത് വിജയിച്ചെടുക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതാണ്, കുറക്കുന്നതാണ്. കാരണവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന കുല്ലദി നിഅമത്തിൻ മഹ്സൂദുൻ, എല്ലാ നിഅമത്തുடைய ആളും, ഏതൊക്കെ നിഅമത്തുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളും അയാൾ അസൂയ വെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു നിഅമത്ത് എനിക്കുണ്ട് എങ്കിൽ എന്നോട് പലർക്കും എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ശമ്പളത്തിൽ നമുക്ക് കുറച്ച് വർധനവുണ്ടായി, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് സംരംഭം അത് വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ വിജയിച്ചു. ആ രൂപത്തിൽ ഒരുപാട് നിഅമത്തുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിഅമത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതൊക്കെ വിജയിച്ച് കിട്ടാനും അതുപോലെ തന്നെ അതൊക്കെ നിലനിൽക്കാനും വർദ്ധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ള ആളുകളോട് അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സഹായം തേടണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം കാണാം, ലികുല്ലി നിഅമത്തിൻ ഹാസിദുൻ അലാ ഖദ്രിഹാ ദഖത് ഔ ജല്ലത്. ഒരാൾക്ക് എത്ര ചെറിയ നിഅമത്താവട്ടെ, അയാൾക്ക് വലിയ നിഅമത്താകട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ആ നിഅമത്തുകൾക്കെല്ലാം ഒരു ഹാസിദ്, ഒരു അസൂയക്കാരൻ എന്തുണ്ടാവും? ഉണ്ടാകും. വലൈസലിൽ മഹ്സൂദി അസ്ലമു മിൻ ഇഖ്ഫാഇ നിഅമതിഹി അനിൽ ഹാസിദ്. ഒരു മഹ്സൂദായ മനുഷ്യൻ, അസൂയ വെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് അത് മറച്ചു വെക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയൊരു മാർഗം ഇല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരായത്തും തെളിവായിക്കൊണ്ട് പറഞ്ഞു, വഖദ് ഖാല യഅഖൂബു ലിയൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക, നീ ഒരിക്കലും നിന്റെ ഈ ഒരു സ്വപ്നം നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? നീ നിന്റെ സഹോദരന്മാരോട് പറയരുത്. എന്നിട്ട് അതിന്റെ കാരണവും അദ്ദേഹം പറഞ്ഞു, ഫയകീദു ലക കൈദൻ, അവർ നിനക്കെതിരെ എന്ത് ചെയ്യും? ഒരു കുതന്ത്രം മെനയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിഅമത്തുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നിഅമത്തുകൾ എന്ത് ചെയ്യുക? മാക്സിമം മറച്ചു വെക്കാൻ ശ്രമിക്കുക. നമ്മളത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു മസ്ലഹത്ത് ഉണ്ടാകും, എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകും. ആ രൂപത്തിലുള്ള ആളുകളോടല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഒരിക്കലും നമ്മുടെ നിഅമത്തുകൾ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ പറഞ്ഞു നടക്കരുത്. ഇതൊക്കെ പറയുമ്പോഴും പലപ്പോഴും പല ആളുകളും വിചാരിക്കും, ഇത് അല്ലാഹുവിൽ തവക്കുലിനെതിരല്ലേ? ഒരിക്കലുമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മുസബ്ബിബുൽ അസ്ബാബ്, കാരണങ്ങളെ കാരണങ്ങളായി നിശ്ചയിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ അല്ലാഹു ഒരു കാര്യത്തെ കാരണമായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളത് നമ്മുടെ ബുദ്ധിയിൽ ഇട്ടുകൊണ്ട് ഇത് ശരിയാവോ, ഇത് ശരിയാവാതിരിക്കോ എന്ന് ചിന്തിക്കാൻ എന്തില്ല? പാടില്ല. മറിച്ച് അള്ളാഹുവാണ് മുസബ്ബിബുൽ അസ്ബാബ്, കാരണങ്ങളെ കാരണമായി നിശ്ചയിക്കുന്നവൻ. ഇപ്പൊ സംസം വെള്ളത്തിൽ ബറക്കത്തുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. എന്നാൽ വേറൊരു പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചാൽ എന്തില്ല? അത് നമുക്ക് ലഭിക്കൂല. കാരണം എന്താണ്? ആ സംസമിനെ കാരണമാക്കി വെച്ചവൻ, ആ മുസബ്ബിബ് ആരാണ്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹ്ക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അങ്ങനെ കാരണമാക്കി വെക്കാനും പറ്റുള്ളൂ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ബുദ്ധിയിലിട്ടുകൊണ്ട് ഇത് ശരിയാവൂല, ഇത് ശരിയാകും എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.